അപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് 3 ലക്ഷം റുപ്യ ഡിപ്രേഷൻ എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി ഇവര് 3 ലക്ഷം രൂപ വ്യത്യാസത്തിലാണ് നിങ്ങൾ ഒരു വർഷം പഴക്കമുള്ള വണ്ടി എടുത്തത്. വെറും 2,30,000 ഡീസലാണ്. വണ്ടിന്റെ നീറ്റും കാര്യങ്ങളൊക്കെ നോക്കി 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഇവിടെ മുന്നേ റേറ്റ് ഇട്ടത് 3 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു. ലോസ്. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോട് ജില്ലയിലുള്ള പാവങ്ങാട് ലൊക്കേഷനിലുള്ള മൊമഗാൻ്റെ സെക്കൻഡ് ചോയ്സിലാണ്. ഫുൾ ലോൺ കിട്ടുന്ന കുറേ വണ്ടികളുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഇയർ ഓഫറായിട്ട് കുറേ വണ്ടികൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. മെയിൻ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്. അപ്പം കൂടെ ഒരു വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങാം. മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള 2-3 പോളോകൾ തന്നെ ഉണ്ട്, നല്ല കിടിലം പോലത്തെ റേറ്റ് ആയിട്ട്. അപ്പം വീഡിയോ മൂവിങ് ടു ദ വീഡിയോ അതിന് കാണുന്ന ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കിടിലം പോലത്തെ വീഡിയോസ് വരുന്നുണ്ട്. നമുക്കൊരു ഗ്യാപ്പിന് ശേഷമുള്ള വീഡിയോ ആണ്. വീഡിയോ ചെയ്ത് വന്നപ്പോൾ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം വന്നത് സെക്കൻഡ് ചോയ്സ് എവിടെ എന്നുള്ളതാണ്. എന്താ അവസ്ഥ? നമ്മളെ ഡിസംബർ സെയില് അടിപൊളിയാക്കി കൊടുക്കല നമുക്ക്. ആയിക്കോട്ടെ, എവിടുന്ന തുടങ്ങുക? 11 പോളോ. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഒരു 3 പോളോ കാണിച്ചു തരാം. അതിൽ 2011 പോളോ GT അല്ല, ഹൈലൈൻ ഡീസൽ. ഇത് വെറും 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന് പ്രത്യേകത ഉണ്ട്. എടുക്കുന്ന ആൾക്ക് ചെറിയ ചെറിയ പണികൾ എടുക്കാനുള്ള ഒരു സംഭവം ഇതിലുണ്ട്. ഒരു 4-5 രൂപേൻ്റെ വർക്കൊക്കെ ഇതിൽ പ്രസന്റിലുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കായിട്ട് എടുക്കാൻ വരുന്ന ഒരാൾക്ക് 1,80,000 രൂപയ്ക്ക് ഇത് കൊടുക്കാം. 2011 പോളോ എല്ലോയ്സ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ AC പവർ സ്റ്റിയറിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാം ഓക്കെയാണ്. ഡീസലാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടാവും. മൈലേജ് ഉണ്ടാവും. പിന്നെ പറഞ്ഞ മെയിൻ്റനൻസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ എന്താ ചെയ്യാൻ പറ്റുമോ? ലോൺ 2011 ഒരു 1.5 ഒക്കെ കയറ്റി കൊടുക്കാം. ഓക്കെ. അടുത്തത് 2016 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 83,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ LXi 2016 മോഡൽ. 16 മോഡൽ. പിന്നെ നമുക്ക് ലോണ് അവൈലബിൾ ആണ്. 2 lakhന്റെ ആ റേഞ്ചിൽ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. 2,15,000 സ്പെഷ്യൽ റേറ്റിലേക്ക് വണ്ടി കൊടുക്കാം. 2,15 2016 മോഡൽ. 2 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 15 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് 16 മോഡൽ വെൽ കണ്ടീഷൻ വണ്ടി. ടയറൊക്കെ ഫുള്ളാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് ഫ്രണ്ടിൽ 2 വരുന്നുണ്ടാവും. 2014 മോഡൽ ഇയോണിലേക്ക് വരുമ്പോഴോ? ഇയോണിലേക്ക് വരും. സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിയ ഇറാ പ്ലസ്. 2014 ആണോ 15 ആണോ? 14 മോഡൽ. 14 8ാം മാസം രജിസ്ട്രേഷൻ വണ്ടി. 800 cc ഇയോണല്ലേ? 800 cc ഇയോണ്. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ്. ഇതിന് നമ്മൾ ഒരു 95% എനിക്ക് ഒരു 1,80,000 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതും 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. 1,90,000 വണ്ടി കൊടുക്കാം. 1,90,000 14 ഇറാ പ്ലസ്. ഓക്കെ. 18 റേഞ്ചിൽ മൈലേജ് 2 വണ്ടിക്കും കിട്ടുന്നുണ്ടാവും. എടുക്കാൻ നമുക്ക് വിശ്വസിച്ച് എടുക്കാനും പറ്റും. ലോണും കയറുന്ന വണ്ടി. നമുക്ക് അടുത്തത് ചെറിയ ഫാമിലിക്ക് 2 lakhന് താഴെയുള്ള ഒരു ലോണ് ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി പരിചയപ്പെടുത്തി തരാം. 2018 റെഡിഗോ 1 ലിറ്റർ ആണ്. 800 cc അല്ല അല്ലേ? യെസ്. സിംഗിൾ ഓണർഷിപ്പ് 84,000 കിലോമീറ്റർ. 1,60 ലോൺ ചെയ്ത് തരാം. 1,80 ലോൺ കയറുള്ളൂ. ഞാൻ പറയാണ്, ചിലപ്പോൾ 1,3 1,80 കയറും. അതിന് മുകളിൽ വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. 1 ലിറ്റർ പറയുമ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് കയറിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പറയുന്നത് കസ്റ്റമർ ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ആണ്. 1,85 വണ്ടി തരാം. ഒരു 750 അബവ് പ്രൊഫൈലുള്ള എല്ലാ പേപ്പേഴ്സും പക്കയായിട്ടുള്ള ആൾക്ക് ഫുൾ ലോൺ വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റും. 15 റേഞ്ചിൽ എന്തായാലും മൈലേജും കിട്ടുന്നുണ്ടാവും. 15ന്റെ മേലെ ഹൈവേയിലൊക്കെ കിട്ടുന്നത്. ഓക്കെ. 800 cc അല്ല 1000 cc AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഫീച്ചർ വരുന്നത്. ഗ്രാൻഡ് ആയിട്ട് മാഗ്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ വണ്ടി. 3,50,000 രൂപയ്ക്ക്. ഡീസൽ 1.2, പെട്രോൾ 1.2. കാപ്പ 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. മാഗ്ന എന്നുള്ള വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ്, 73,000 കിലോമീറ്റർ. 3.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ. നിലവിൽ ലോക്ക്ഡ് ആണ്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ബാക്കി ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. റേറ്റ് 3.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോണും ചെയ്തു തരും. 3.5 ലക്ഷം രൂപ ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും. ഓക്കെ. അടുത്തത് 2017 മോഡലാണ്. 2017 ഏതാ? സിംഗിൾ ഓണർഷിപ്പ് 47 വണ്ടി. സ്പോർട്സ് ആണോ? ഇത് സ്പോർട്സ് ആണ്. അത് മാഗ്ന ആണ്. അത് 3.5 ലക്ഷം. ഇത് 3,80,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്, കിലോമീറ്റർ കുറവാണ്. ഓക്കെ. 3,85,000 2017 സ്പോർട്സ്, സിംഗിൾ ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ. 45,000. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇൻബിൽറ്റ് ഇതിൻ്റെ അത് മാഗ്നയിൽ സ്റ്റീരിയോ വരില്ല, സ്പോർട്സിൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടാവും. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചർ വ്യത്യാസം വരുന്നത്. മൈലേജിൽ വ്യത്യാസമില്ല. 17 സ്പോർട്സിന് റേറ്റ് 3.85. 2017 മാഗ്ന 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ. രണ്ടും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അത് 73 ഓടിയിട്ടുള്ളൂ. ഇത് 45 ഓടിയിട്ടുണ്ട്.
2013 മോഡല് ഫുള്ള് ലോൺ നോക്കുന്ന ആളാണോ പോരുന്നുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 78 ഓടിയ പെട്രോൾ മാഗ്ന 1.2 തരാം. 2,75,000 ഫുള്ള് ലോണും ചെയ്ത് തരാം. സ്പെഷ്യൽ റേറ്റ് ആണ്. നമ്മൾ ഡിസംബറിൽ ഇവിടെ ആസ്കിംഗ് റേറ്റും കാറ്റലോഗിൽ നോക്കിയാൽ ഇതിന്റെ ആക്ച്വൽ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെറ്റിൽ ചെയ്ത് തരാം. 2,75,000 വണ്ടി ചെയ്ത് തരാം. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസും വരുന്ന 2013 i20 ഫ്ലൂയിഡിക് ഷേപ്പിൽ വരുന്ന മാഗ്ന പെട്രോൾ വണ്ടി അല്ലേ. 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പ്ലസ് പെട്രോൾ ലോ മെയിൻ്റെനൻസിൽ ഫുള്ള് ലോണും കിട്ടും. ഓക്കെ, ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എത്ര? നോർമൽ എല്ലാ ബാങ്കും ചെയ്യുന്ന റേറ്റ് ഉണ്ട്. നമ്മൾ തിരിച്ച് ബാക്കി അങ്ങനത്തെ എല്ലാ ബാങ്കുകളും ചെയ്യുന്നുണ്ട്. ഓക്കെ, 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ ഗോ, ഡാറ്റ്സൺ ഗോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.2 നമുക്ക് ലോണിന് ചിലപ്പോൾ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. ആ റേറ്റിലേക്ക് വില ആക്കി തരാം. 1,75,000 ഈ റീപ്ലേസും മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തരാം. 2015 5 സീറ്റർ ആണ് ഡാറ്റ്സൺ ഗോ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്ന 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടി. ഫുൾ ലോൺ തന്നെ കയറേണ്ടതാണ്. 1,75,000 കാലിക്കറ്റ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഓക്കെ, അടുത്ത ടിയാഗോ 2018 മോഡല്. സോറി 18 2018 മോഡല് ടിയാഗോ സെക്കൻഡ് ഓണർഷിപ്പ് ആകെ 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി 3,40,000 വരാം. HT എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. എമൗണ്ട് ലോണും ചെയ്തു കേട്ടോ. ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കരുത്. ഇല്ല, മീറ്റർ വർക്ക് ചെയ്യില്ലേ? മീറ്റർ വർക്ക് ചെയ്യും. 25,000 കിലോമീറ്റർ 6 കൊല്ലം അല്ല, അത് ഇതിന്റെ ഓണർ നമ്പർ എന്നിട്ട് നിങ്ങൾ ഓണർ എടുത്ത് പോയിക്കോളി. HT എന്നുള്ള മിഡിൽ ഓപ്ഷനിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു തരാം. 3,40,000. ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ്. കാര്യമായിട്ട് മെയിൻ്റെനൻസ് വരില്ല. 1.2 റെവട്രോൺ എഞ്ചിനാണ്. ഏകദേശം 15 മൈലേജും കിട്ടുന്നുണ്ടാവും. കമ്പനി 17 ആണ് അവകാശപ്പെടുന്നത്. നമുക്ക് അടുത്തത് ഗ്രാൻഡ് ആയിട്ടാണോ? ഫുള്ള് ലോൺ കയറുന്ന നെക്സ്റ്റ് വെഹിക്കിൾ കാണിച്ചിട്ട് 2016 i10 ഗ്രാൻഡ് സ്പോർട്സ് വേരിയന്റ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ 1.2 എഞ്ചിൻ വരുന്ന പെട്രോൾ കാപ്പ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് ഇതാ സിംഗിൾ ഓണർഷിപ്പ്. KL60 കാഞ്ഞങ്ങാടല്ലേ? കാഞ്ഞങ്ങാട്. KL60 കാഞ്ഞങ്ങാട്. ഇത് വേരിയന്റ് ഏതാ? സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആണ്. എയർ ബാഗ് ഇല്ല. ഹർമന്റെ ഒരു എക്സ്ട്രാ സ്ക്രീൻ ചെറുതായിട്ട് കൊടുത്തു. 3,4 ലക്ഷം രൂപ ഫുള്ള് ലോൺ ചെയ്തു തരാം. 2016 വണ്ടി. 2016 ഗ്രാൻഡ് ആയിട്ട് സ്പോർട്സ് 3,25,000 രൂപയ്ക്ക്. ബ്രയോ ആണെങ്കിലോ ഹോണ്ടന്റെ 1.2 പെട്രോൾ എഞ്ചിൻ ഫുൾ ലോഡ് വണ്ടി. VX MT മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഇത് 3,40,500 വരും. ഇത് 2015 ആണോ 16 ആണോ? 15 വണ്ടി. 2030 9 മാസം വരെ രജിസ്ട്രേഷൻ വാലിറ്റിയിൽ വണ്ടി. ഓക്കെ, 3,45 ചാൻസ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇതാ 1 ഓടിയിട്ടുണ്ട്. 1 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിൽ? ഒന്നുമില്ല. ഓക്കെ, രജിസ്ട്രേഷൻ വരുന്നത് KL11 കോഴിക്കോട് വണ്ടി. LOS ഓട്ടോമാറ്റിക് AC സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരും. ടോപ്പ് എൻഡിൽ വരുന്ന നേരം ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇതിന് 3 lakh ലോൺ അവൈലബിൾ ആണ്. 45 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ശരി, ഇഗ്നിസ് നമുക്ക് ചാൻസ് റേറ്റിൽ തന്നെ 2018 തരാം. സെക്കൻഡ് ഓണർഷിപ്പ് 73 ഓടിയ സിഗ്മ എന്നുള്ളത് ബേസ് മോഡലാണ്. 3,95,000 തരാം. 3,95. ഇതിന് 2018 ലോൺ. ഇതിന് 3.5 ലക്ഷം ലോൺ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ബേസ് മോഡലാണ്. അതേസമയത്ത് ഫീച്ചർ സൈഡിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. നെക്സ സീരീസിൽ വരുന്ന വണ്ടി അതിനെ കൊണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ. സ്വിഫ്റ്റിന്റെ ഒക്കെ പഴയ സെയിം എഞ്ചിൻ. 17-18 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ലോൺ 3.5 പറഞ്ഞിട്ടുണ്ട്. 3.5 ലോൺ എടുക്കാൻ പറ്റുന്ന ധൈര്യമായിട്ട് എടുക്കാം. 3 വണ്ടികൾ. നമുക്ക് പുതിയ സ്റ്റോക്ക് 2013 ഡിസയർ VXi സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 70,000 കിലോമീറ്റർ. 13 അല്ലേ? ഗ്ലാസ് 13 എല്ലാം റീപ്ലേസ് അല്ലല്ലോ? റീപ്ലേസ് അല്ല, എല്ലാം 13. ഓക്കെ, പെട്രോൾ ആണ്. 1.2 ലിറ്റർ മിഡിൽ ഓപ്ഷൻ VXi എന്നുള്ള വേരിയന്റ്. പുതിയ എന്താ അവസ്ഥ? വണ്ടി കുഴപ്പമൊന്നുമില്ല. വണ്ടി വേറെ വിഷയങ്ങളൊന്നുമില്ല. എടുക്കുന്നവർക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഗോൾഡൻ ബീച്ച് എന്നുള്ള കാണാത്ത കളർ. കിലോമീറ്റർ എത്ര ഉണ്ട്? 73 ഇവിടെ ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. 2 ലക്ഷം ID വാല്യൂ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ റൈറ്റിൽ തരാം. ഇതിന്റെ റൈറ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഏത് പ്ലാറ്റ്ഫോമിലും ഇട്ട് നോക്കാം. 2013 പെട്രോൾ ഡിസയർ വില എങ്ങനെയാണ്? ഇത് നമ്മൾ നോർമൽ 13 വണ്ടി നമ്മളെ വാഗ്നറൊക്കെ വിൽക്കുന്ന വിലക്ക് വരാം. 3,10,000 വരാം. ഇനി കുറയോ? അതിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് റൈറ്റ് കിട്ടുമോ? നെറ്റ് കൊടുത്ത് ഡിസംബർ മാസമല്ല 3,05,000 കൊടുത്ത്. 3,05,000 2000 എനിക്ക് ലോൺ തോന്നുന്നത് ഇതിന് 2.25 ലോൺ കയറാം. 3 അടുത്ത് തന്നെ നല്ല ഫയലാണ് കയറാം. 3.5 നെറ്റാക്കി തരാം. ഓക്കെ,
13 അടുത്ത് 13 15 റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. 4 ആവറേജ് പോകും. 2 പുതിയ ടയറും 2 ആവറേജ് ടയേഴ്സും കാണുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സും ബാക്ക് ക്യാമറ ചെറുതായിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീൻ ഉൾപ്പെടെ ക്വാളിറ്റി ഉള്ള വണ്ടി, ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ. യു ഷേപ്പ് ഡിസൈർ നോക്കാം. 2023 ഒരു വർഷം പഴക്കമുള്ള വണ്ടി. പുതിയ വണ്ടി എന്തുകൊണ്ടാണ് വിറ്റ് ഉണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും എനിക്കറിയൂല. വണ്ടിക്ക് മാനുഫാക്ചർ വാറന്റി കൊടുക്കുന്നില്ല, പിന്നെ എന്ത് പേടിക്കാനാണ്? കമ്പനി വാറന്റി ഉള്ള വണ്ടി, 3 year വാറന്റി ഉണ്ട്. അതിൽ 1 year കഴിഞ്ഞിട്ടുള്ളൂ, 2 year ഇതിലുണ്ട്. സിംഗിൾ ഓൺഷിപ്പ്. 20,000 ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ല. ഹിസ്റ്ററി എടുക്കല്ലോ, നമ്പർ ഹൈഡ് ചെയ്തില്ലല്ലോ. പെട്രോൾ ആണ്. ഗ്രാൻഡ് ഐറ്റൻ മാനുവൽ ട്രാൻസ്മിഷൻ. നമ്മളെ സാധാരണ വരുന്ന ഗ്രാൻഡ് ഐറ്റൻ മാറിയിട്ട് ആയതാണ്. ഇതില് വേരിയന്റ് ഏതാ വരുന്നത്? മാനുവൽ ട്രാൻസ്മിഷനിൽ സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് പറയുമ്പോ തന്നെ എങ്ങനെയായാലും പുതിയ വണ്ടിക്ക് 9 ലക്ഷം രൂപേന്റെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പൊ ഒരു വർഷം കൊണ്ട് ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് 3 ലക്ഷം രൂപ ഡിപ്രേഷൻ എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി ഇവര് 3 ലക്ഷം രൂപ വ്യത്യാസത്തിലാണ് നിങ്ങൾ ഒരു വർഷം പഴക്കമുള്ള വണ്ടി എടുത്തത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് 6,50,000 650 ഫുള്ള് ലോണും കിട്ടും. വാറന്റിയും കിട്ടുന്നുണ്ട്. വാറന്റി ഉണ്ടാവും. പുതിയ വണ്ടീന്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണും കിട്ടും. എടുക്കുന്ന ചാൻസ് ആണ്. നമ്പർ ഐഡ് ചെയ്തില്ല, ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി. നല്ലൊരു ഓട്ടോമാറ്റിക് വെഹിക്കിള്, 3.5 ലക്ഷം രൂപന്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വരട്ടെ, അതും സെഡാന്. ഗിയർ ബോക്സ് ഏതാ? AT ഗിയർ ബോക്സ്. ബാക്കോട്ട് വരാത്ത ഗിയർ ബോക്സ് എന്നാണെങ്കിൽ ഏറ്റവും കൊളോക്കിയലായിട്ട് പറയാം. 59,000 കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ എക്സെന്റ് AT SX ഓപ്ഷണൽ. എയർ ബാഗ് വരൂലേ? SX അല്ല, S ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും ബാക്ക് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. പെട്രോൾ ആണ്. മൈലേജ് ഒരു 10ന്റെ അടുത്ത് എന്തായാലും. 10ന്റെ അടുത്തല്ലോ, 12 ഒക്കെ വരില്ലേ? ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് 3,45,000 രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോണിൽ ഇത് കയറ്റി തരാം. ഫുൾ ലോണിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ 3.5 ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരു വണ്ടി തരാം. ഓക്കെ, അടുത്തത് സ്കോഡ റാപ്പിഡ്. നെക്സ്റ്റ് ഡീസൽ വണ്ടി, സ്കോഡ റാപ്പിഡ് ആംബിഷൻ സെക്കൻഡ് ഓണർഷിപ്പ് 1 lakh കോടി തരാം. ഓക്കെ, എത്രയ്ക്ക് തരും? ഇത് കൊടുത്തേ ഇതിന് വലിയൊരു പ്രപ്പോസലൊക്കെ വന്നിട്ട് പുള്ളിക്ക് വീട്ടിൽ വണ്ടി കയറാത്ത വിഷയം കൊണ്ട് ലോണ് റെഡി ആയില്ല. ഓക്കെ, അങ്ങനെ ഏജിങ് ആയിപ്പോയതാണ്. സ്പെഷ്യൽ റൈറ്റിൽ തരാം വണ്ടി. 2,30,000 സ്കോഡ റാപ്പിഡ് വിറ്റ് തരാം. ഓക്കെ, വെറും 2,30,000 ഡീസലാണ്. വണ്ടിന്റെ നീറ്റൻ കാര്യങ്ങളൊക്കെ നോക്കി 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഇവിടെ മുന്നേ റേറ്റ് ഇട്ടത് 3 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു. ലോസ് സെയിൽ. ഇപ്പൊ റേറ്റ് ഇടുന്നത് അല്ല, ഇതിന്റെ ആക്ച്വൽ റേറ്റ് എത്രക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ വണ്ടിക്ക് ആരുണ്ടെങ്കിലും വന്നോളി, കമന്റ്സിൽ വന്നോളി. ചോദിക്കുന്നത് 70,000 രൂപ റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു ചോദ്യം വരും, ഇപ്പൊ ഇവർ ഇത്രയും ലാഭം കൂടിയിട്ടാണോ വിൽക്കണം എന്നുള്ളത്. അപ്പൊ അതിന് മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് വിറ്റ് ഒഴിവാക്കണം. അപ്പൊ അത് നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിലിട്ടിട്ട് പ്രോഫിറ്റ് ഒന്നെങ്കിൽ ഇത് വേറെ വണ്ടി പർച്ചേസ് ചെയ്യേണ്ടി വരും. ഫണ്ട് റിലീസ് ആക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്. 2,30,000 രൂപയ്ക്ക് വണ്ടി തരാം. അതും ഈ വണ്ടിക്ക് ഈ വിലക്ക് എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോളി, ഞങ്ങൾ അത് പർച്ചേസ് ചെയ്തോളാം. ചലഞ്ചിങ് യെസ്, വണ്ടി ഞങ്ങൾ പർച്ചേസ് ചെയ്യും. പോളോ 2018 GT ബാഡ്ജ് അല്ല, സ്റ്റിക്കർ അല്ല, GT തന്നെ തരാം. ഒറിജിനൽ GT TSI ആണോ TDI ആണോ? GTന്റെ വിലയൊക്കെ ഞാനിങ്ങനെ ഓൾ കേരള കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. ഇത് GT TDI ആണോ TSI ആണോ? TDI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസലിൽ മാനുവലി വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. GT TDI സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ റേറ്റ് ഇതും തരാം. GTന്റെ ഫാൻസിന്, ഓൾ കേരള ഫാൻസിന് 1.5 റെഡിന് ഫാൻസ് ഉണ്ട്, GT റെഡിന് ഫാൻസ് ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഓരോ റൈറ്റൊക്കെ ഞാൻ 7 lakhന്റെ മുകളിലൊക്കെ GT കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ചോയ്സ് 6,30,000 രൂപയ്ക്ക് 2018 GT സിംഗിൾ ഓണർഷിപ്പ്, വെൽ കണ്ടീഷൻ, റീപ്ലേസ്മെന്റ് ഇല്ല. കോമഡി 6.5 എടുത്ത് ലോൺ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. യെസ്, ലോൺ കയറും. 6.5 എടുത്താൽ ലോൺ കയറും. 6.35. അതേപോലെ തന്നെ ഫുള്ള് ലോൺ കയറുന്ന ഒരു GT പാടെ കാണിച്ചു തരാം. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ, 2013 മോഡൽ. ഇതും ഓണർഷിപ്പ് സിംഗിൾ. രണ്ടിന്റെയും എഞ്ചിൻ സെയിം ആണോ വരിക? ഇത് 1.5 ആണ് വരിക. വൈറ്റ് 1.5 അല്ലല്ലോ? അല്ല, 6 വരിക. വൈറ്റ് 1.6,
റെഡ് 1.5 5 വരും. ഓക്കെ. ഇത് 1.6 എന്ന് പറയുമ്പോൾ ഇത് വെന്റോന്റെ എഞ്ചിന് വരും. മറ്റേതിന്റെ അകത്ത് സാധാരണ വരുന്നത് 2013 1.2 വരും. അതിന് കുറച്ചുകൂടെ മെയിൻ്റെനൻസ് ഉണ്ടാവും. GT വരുന്ന എഞ്ചിന് സിംഗിൾ ഓൺഷിപ്പ് ആകെ 84,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഡ്യുവൽ എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC, ഇതൊക്കെ ആയിരിക്കും ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. എംപ്ലോയ് ഏതാന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഡോക്ടേഴ്സിന് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടറോ എഞ്ചിനീയറോ അല്ല, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ. അതല്ല, ഡോക്ടറോ എഞ്ചിനീയറോ വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്? വെൽ കണ്ടീഷൻ. അത് കേട്ടാൽ മതി. GT ഉപയോഗിക്കുന്ന ഒരാൾ എങ്ങനെയല്ലേ ഉപയോഗിക്കുള്ളൂ. 100%. അപ്പോൾ അതേ സമയത്ത് ഇതിന്റെ ലോണൊക്കെ എത്ര പറയാം? ലോൺ ഇതിന് 100% ഒരു 4 lakh വരെ കയറും. ഇതിന്റെ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 4.30 ആണ്. ഓഫർ എന്തോ സ്പെഷ്യൽ റേറ്റ് ആണ്. 2018 ആസ്റ്റ ഓപ്ഷനിൽ 2018 ആസ്റ്റ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ, സിംഗിൾ ഓൺഷിപ്പ്, 83,000 കിലോമീറ്റർ ഓട്ടം, റീപ്ലേസ് ഇല്ല, പെട്രോൾ. എത്രക്ക് വേണം? ഫുൾ എമൗണ്ട് ലോണിൽ 5,60,000 രൂപയ്ക്ക് തരും. 6 താഴെ 5,60 18 വണ്ടി. 6 അടുത്ത് എന്തായാലും ലോൺ കയറുന്നുണ്ട്. ലോൺ കയറും, ഫുൾ എമൗണ്ട് ലോൺ കയറും. വണ്ടി ഇതിൽ എത്ര എയർ ബാഗ് വരുന്നുണ്ടാവും? 4 എയർ ബാഗ്. 4 എയർ ബാഗ് വരുന്നത് ആസ്റ്റ ഓപ്ഷനിൽ. ആസ്റ്റയിൽ 2, ഓപ്ഷനിൽ 4. ഓപ്ഷനിൽ 4, 2 പില്ലറിന്റെ മുകളിൽ വരും. I20 അതിനെ കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മൂടാ. കമ്പനി അടക്കി ചിലപ്പോൾ 8 എയർ ബാഗ് ഉള്ള വണ്ടി ഇറക്കിയിട്ടുണ്ട്. പില്ലറിലല്ല, ഇത് സീറ്റിൽ വരും. 2 സീറ്റിലും വരും. 2 സീറ്റിലും വരുന്നുണ്ടോ? അപ്പോൾ 6 എയർ ബാഗ്. 6 എയർ ബാഗ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ് ഉണ്ടായിക്കാർക്ക്. ക്രെറ്റയ്ക്ക് തന്നെ 3-4 എഞ്ചിനൊക്കെ ഉണ്ട്. ഇനി ബാക്കിൽ ഡിക്കിയിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? നോക്കട്ടെ. 6 ഉറപ്പിച്ച്. 6 ഉറപ്പിച്ചില്ലേ? 1 തരം, 2 തരം, 3 തരം. റേറ്റ് പറഞ്ഞിട്ടുണ്ട് 5,60,000. ഓക്കെ. എയർ ബാഗ് കൂടിയതിനെ കൊണ്ട് വില കൂടുതൽ അല്ലേ? ഇല്ല. അതിനകത്ത് എയർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അതേ സമയത്ത് എടുക്കുന്നതൊക്കെ നിലവിൽ എന്തെങ്കിലും വർക്ക് വേണ്ടി ഉണ്ടോ? പെട്രോൾ ആണ്, വലിയ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല. 11-13 ഒക്കെ കൺഫേം ആയിട്ട് ഷുവർ ഷോട്ട് മൈലേജ് കിട്ടും. 12 ഉറപ്പിക്കാം. ഓക്കെ. KL58 താളിപ്പറമ്പ്. ബീറ്റ് LTZ എന്ന് പറയുമ്പോൾ നമുക്ക് എയർ ബാഗ് വരുന്ന ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ഓക്കെ. എയർ ബാഗ് വരും, അലോയ്സ് വരും, സ്റ്റിയറിംഗ് ടിൽറ്റ് വരും, ഇൻബിൽറ്റ് സെറ്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരും, ഫ്രണ്ട് ഫോഗ് ലാമ്പ് വരും. ഇത്രയും ഓപ്ഷൻസ് ഏത് വണ്ടിയിൽ വരും അറിയും? സ്വിഫ്റ്റ് ZDയിൽ വരുന്ന ഓപ്ഷൻസ് ഈ ചെറിയൊരു വണ്ടിയിൽ തരാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് മിസ് ഔട്ട് ആവുന്നുണ്ട്. യെസ്, ഒരൊറ്റ സംഭവം ഇതിൽ ഇല്ലാത്തുള്ളൂ. അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷത്തിന് താഴെയുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 50,000 ഓടിയിട്ടുള്ളൂ. 50,000? യെസ്, ജെന്യുവൻ കിലോമീറ്റർ. കറക്റ്റ് കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പ്. 1,35,000 രൂപയ്ക്ക് ഈ വെൽ കണ്ടീഷൻ വണ്ടി തരാം. 1.35 2011-12 2011 വണ്ടി. 2011 ഓണർഷിപ്പ്. ABS സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. അറിയുന്ന വണ്ടിയാണോ? എൻ്റെ ഫാമിലി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നിങ്ങളെ ഫാമിലി ഉപയോഗിക്കുന്ന വണ്ടി തന്നെ? വൈഫിൻ്റെ ഉപ്പ ഉപയോഗിച്ച വണ്ടിയാണ്. വണ്ടി ABS ഒക്കെ വരുന്ന, ഈ വിലക്ക് കിട്ടുന്ന ഒരു ABS അലോയ്ക്ക് ഉള്ളൊരു വണ്ടി. ഓക്കെ. എടുക്കുന്ന പൈസ മുതലുണ്ടത്? സാധാരണ നമ്മൾ കാണുന്ന 2011 ബീറ്റ് നമ്മൾ നല്ല മോശം വിലക്ക് കാണാറുണ്ട്. അത് വെച്ച് LS, PS, LT ഒക്കെ വരുന്നില്ലേ? LTZ ആണ് വണ്ടി. അത്രയും ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ടയർ ഭാഗങ്ങളും നോക്കാം. പുതിയ ഇൻഷുറൻസ് ആണ്. 4 പുത്തൻ ടയറാണ്. എടുക്കുന്ന ആൾക്ക് വേറെ ബോഡിന്റെ മുകളിലേക്കും മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അതേസമയത്ത് 20-25 മൈലേജ് ഇല്ലെങ്കിലും 20ന്റെ ഉള്ളിൽ സിറ്റിയിൽ കിട്ടുന്നുണ്ട്. 25 കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഓക്കെ. അടുത്ത ടിയാഗോ 2021 സിംഗിൾ ഓണർഷിപ്പ്, 42,000 കിലോമീറ്റർ ഓടിയ XT ടിയാഗോ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 5,35,000 5 ലക്ഷം ലോൺ ചെയ്ത് തരാം. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പെട്രോൾ ആണ്, പെട്രോൾ എഞ്ചിൻ. നമ്മൾ പഴയ ഷേപ്പ് ടിയാഗോയിലും കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. റിഫൈൻമെന്റ് VS6ലേക്ക് വരുന്നേരം ചെറിയായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അതേസമയത്ത് 17 കമ്പനി മൈലേജ് പറയുന്നുണ്ട്. 15ന്റെ അടുത്ത് കിട്ടുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഡ്യുവൽ എയർ ബാഗ്. ഇത്രയായിരിക്കും ബേസിക് ആയിട്ടുള്ള HZ വരുന്നതിനുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. HZ പ്ലസ് ഇല്ലല്ലോ, ഇത് ഓട്ടോമാറ്റിക് AC വരുന്നില്ല. ഇല്ല. HZ ആണ്. റേറ്റ് പറഞ്ഞത് എത്രയാണ്? 5,45,000. 5.45 5 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടാവും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏറ്റവും സ്മൂത്തസ്റ്റ് ട്രാൻസ്മിഷൻ തരുന്ന CVT ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓൺഷിപ്പ്. ലിമിറ്റഡ് എഡിഷനിൽ മാത്രമേ ഗ്ലാൻസിന്റെ അകത്തും ബെലേനോന്റെ അകത്തും വരുന്നുള്ളൂ CVT വരുന്നുള്ളൂ. ഈ ബെലേനോന്റെ ബായും ഗ്ലാൻസിന്റെ ഗ്ലായും കൂടെ ബ്ലാന്ന്. അതേസമയത്ത് V എന്നുള്ള ഫുൾ ഓപ്ഷന്റെ അകത്ത് ടോപ്പ് എൻഡിനകത്താണ് വരുന്നത്. V അല്ലേ ടോപ്പ് എൻഡ്? V. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്.
കമ്പനി എൽഒഎസ് ബാക്ക് ഫൈബർ D4, പക്ഷേ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ CVT ഗിയർ ബോക്സ് ആണ്. ഇതിന്റെ മൈലേജ് പുതിയതിന്റെ വില ഒന്ന് പറഞ്ഞു. നമ്മൾ ഇതിന്റെ വില പറയുന്നതിന് മുന്നേ ഇതിന്റെ പുതിയതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞാലായിരിക്കും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ എന്തായാലും 12ന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ അത് AMT ഗിയർ ബോക്സ് ആണ്, കൊള്ളില്ല. വണ്ടി ഗിയർ അത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഗിയർ മാറുന്നതിനുള്ളൊരു ഗിയർ ലാഗ്. അത് AMTന്റെ കൂടെ അറിയുന്ന ആൾക്കാർക്ക് ഇതിന്റെ പ്രൈസ് അറിയാം. പിന്നെ വരുന്നത് DSG ആണ്. പക്ഷെ DSG ഡീസൽ നമ്മൾ ഫോർട്സ്വാഗനിലൊക്കെ വരുമ്പോഴേക്കും നല്ല മെയിൻ്റനൻസ് വരും. വെൻഡോ, സ്കോഡയിൽ വരുന്നുണ്ട്. ഇത് അതേ സമയത്ത് പെട്രോൾ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടാവും. പെട്രോൾ അതിനെ കൊണ്ട് മൈലേജിന് കൂടെ തന്നെ മെയിൻ്റനൻസും ഉണ്ടാവില്ല. റേറ്റ് 7,35,000 2019 സിംഗിൾ ഓണർഷിപ്പ് ഗ്ലാൻസ CVT തരും. 7,35,000 ആകെ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, റീപ്ലേസ്മെന്റും ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ടയറൊക്കെ ഒരു 50% ടയർ ഉണ്ട്. നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഒരു 6,75,000 വരെ ലോണും ചെയ്തു തരും. ഓക്കെ. CVT പിന്നെ വരുന്ന ഹോണ്ടയിലാട്ടോ, ജാസില് എമേസിലൊക്കെ വരുന്നത്. നോക്കാം അടുത്ത് 2018 ക്യാപ്ചർ ചെയ്യട്ടെ. RXT വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 66,000 കിലോമീറ്റർ. ആകെ 66,000 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉണ്ട്, കാലിക്കറ്റ് ആണ്, പേടിക്കണ്ട. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫുൾ എമൗണ്ട് ലോണ് കയറ്റി തരാൻ പറ്റുന്ന ഒരു വണ്ടി. 6,50,000 രൂപയ്ക്ക് വരും. വെൽ കണ്ടീഷൻ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റിനോൾട്ടിന്റെ ഒരു ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടോ? 18-20. നമുക്ക് ഇതേ എഞ്ചിൻ തന്നെ വരുന്ന വണ്ടികൾ ഏതൊക്കെയാ പോകും? ഇത് പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് നമ്മുടെ ഡസ്റ്റർ, ടറാനോ, സെയിം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. നിസാന്റെ തന്നെ ഇത് റിനോൾട്ടിന്റെ സെയിം പ്ലാറ്റ്ഫോം അല്ലേ, കുടുംബ പ്രശ്നമാണ്. ഓക്കെ. 6 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണും ചെയ്യാം.